യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട വിനോദൻ, ഇവിടെ എന്നോടൊപ്പം പ്രസംഗിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ ആർ അജയൻ, പ്രൊഫസർ എസ് അജയൻ, സ്വാഗതം പറഞ്ഞ രാജകൃഷ്ണൻ, ശ്രീമതി ഉഷാകുമാരി, ശ്രീ അനൂപ്, പ്രിയപ്പെട്ട സഹോദരൻ കുഞ്ഞാമൻ സാറും ഞാൻ ഒരു കാലഘട്ടത്തിൽ കാര്യവട്ടത്തെ കേരള സർവകലാശാലയുടെ കാര്യവട്ടത്തെ ക്യാമ്പസിൽ അധ്യാപകരായിരുന്നതിന് മാത്രമല്ല, ഞാൻ അവിടെ പഠിക്കാൻ വരുമ്പോൾ സാർ അവിടുത്തെ അധ്യാപകനാണ്, ഇക്കണോമിക്സിന്റെ അധ്യാപകനാണ്. ഞാൻ പൊളിറ്റിക്കൽ സയൻസിന്റെ വിദ്യാർത്ഥിയായി. അപ്പോൾ ഏതാണ്ട് 78 മുതൽ എനിക്ക് സാറിനെ പല രീതിയിൽ പരിചയമുണ്ട്. കുഞ്ഞാമൻ സാറ് കാര്യവട്ടത്തെ ഇടതുപക്ഷത്തിന്റെ ശുദ്ധ നൈതികതയിൽ വിശ്വസിച്ചിരുന്ന പാർട്ടിക്കാരനല്ലാത്ത ഇടതുപക്ഷക്കാരനായിരുന്നു പ്രൊഫസർ എം കുഞ്ഞാമൻ. ഒരുപക്ഷെ അതുകൊണ്ടാകാം നമ്മൾ പെട്ടെന്ന് കുഞ്ഞാമൻ സാറിനെ മറന്നുപോയത്. കാര്യം കുഞ്ഞാമൻ സാർ ഇടതുപക്ഷക്കാരനായിരിക്കുമ്പോഴും ഇടതുപക്ഷത്തിന്റെ തെറ്റുകളെ വിമർശിക്കുവാൻ ഒരിക്കലും മടി കാണിക്കാത്ത മനുഷ്യരാണ്. ജി സുധാകരൻ എന്ന സിൻഡിക്കേറ്റ് മെമ്പറായിരിക്കുമ്പോൾ കുഞ്ഞാമൻ സാറിനെ ഒരാളിനെ വിട്ടിട്ട് പറഞ്ഞ്, ഡോക്ടർ കുഞ്ഞാമനോട് പറയണം, എനിക്ക് കുഞ്ഞാമനെ കാണണം. അപ്പൊ കുഞ്ഞാമൻ സാറ് അദ്ദേഹത്തെ ആ വിവരം പറയാൻ വന്ന ആളോട് പറഞ്ഞത്, കുഞ്ഞാമനെ കാണേണ്ടത് സുധാകരനാണ്, അല്ലാതെ സുധാകരനെ കാണാൻ കുഞ്ഞാമനെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുഞ്ഞാമനെ കാണണമെങ്കിൽ ഈ സുധാകരൻ നമ്മുടെ മന്ത്രിയുടെ ഞാൻ പറയും, ഈ സുധാകരൻ കുഞ്ഞാമനെ കാണണമെങ്കിൽ കുഞ്ഞാമനെ കാണാൻ ഈ സുധാകരൻ എൻ്റെ അടുത്ത് വരണം. എനിക്ക് അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. പക്ഷെ ജി സുധാകരൻ അന്തസ്സായിട്ട് കുഞ്ഞാമൻ സാറിനെ ഇങ്ങോട്ട് കൊണ്ട് കണ്ടു എന്നുള്ളതാണ് അതിന്റെ ഒരു പാഠഭേദം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ഒരു സിൻഡിക്കേറ്റിലെ ചുറ്റുപാടൊക്കെ ആയിരുന്നെങ്കിൽ കുഞ്ഞാമൻ സാറിനെ പിരിച്ചുവിടാം എന്ന് തീരുമാനിക്കുമായി. ഒരുപക്ഷെ കുഞ്ഞാമൻ സാറിന്റെ ഇങ്ങനെയുള്ള ചില നിലപാടുകൾ കൊണ്ടാകാം അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രൊഫസർ പദവി ഇടതുപക്ഷ സിൻഡിക്കേറ്റ് ഇരുന്നപ്പോൾ തന്നെ നിഷേധിക്കുകയും അത് വേറൊരു കോൺഗ്രസ്സുകാരന് കൊടുക്കുകയും സാറിന്റെ അത്രയും പാണ്ഡിത്യം ഇല്ലാത്ത ഒരു കോൺഗ്രസ്സുകാരന് കൊടുക്കുകയും ചെയ്ത ഒരു സമയം മുതലാണ് സാറ് തെറ്റി പോവുകയും പിന്നെ സാർ ഇത് കളഞ്ഞു പോയിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാജിവെച്ചു. അദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പോവുകയും ചെയ്ത ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് സാറ് തിരിച്ചു വന്ന് വലിയ ഇടതുപക്ഷക്കാരും ഞാനും ഇരിക്കുന്ന ഒരു സദസ്സിൽ കുഞ്ഞാമൻ സാർ എല്ലാവരെയും അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, കോമ്രേഡ് ഡോക്ടർ ജയപ്രകാശ്. ബാക്കിയുള്ള ഇടതുപക്ഷക്കാരെ കുറിച്ച് സാർ ഒരക്ഷരം മിണ്ടിയതേ ഇല്ല എന്നുള്ളത് സാറിന് പ്രൊഫസർ പദവി നിഷേധിച്ച ആളിനെ ഇരുത്തിക്കൊണ്ട് അതിൻ്റെ ഇപ്പുറത്തിരുന്ന എന്നെ അഭിസംബോധന ചെയ്യുകയും മറ്റേയാളെ അവഗണിക്കുകയും ചെയ്ത ഒരു മധുര പ്രതികാരമൊക്കെ വീട്ടിയ ആളാണ് കുഞ്ഞാമൻ സാർ. സാറ് ഒരു ഇടതുപക്ഷത്തിന്റെ ശുദ്ധ നൈതികയിൽ വിശ്വസിച്ച ഒരു പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് പലപ്പോഴും പറയുമ്പോൾ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ അല്ല. സാറിന്റെ വൈസ് ചാൻസലർഷിപ്പ് ഒക്കെ കൊടുത്തപ്പോൾ സാർ പറഞ്ഞു, ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ അല്ല, ഒരു ഇടതുപക്ഷ ജീവി ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ ആയിരിക്കരുത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രിട്ടിക് ആയിരിക്കണം എന്ന് വിശ്വസിച്ച ആളാണ് കുഞ്ഞാമൻ സാർ. സാന്ദർഭികമായി അതുപോലെ കെ കൊച്ചിയുടെ കാര്യമൊക്കെ പറയുകയുണ്ടായി. അതുകൊണ്ട് ഞാനിങ്ങനെ കുഞ്ഞാമൻ സാറിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് പിന്നിൽ നമുക്ക് കാണാനും തൊട്ടറിയാനും കേൾക്കാനും കഴിയാത്ത മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്രത്യേകിച്ചും സംഘപരിവാർ ഇന്ത്യ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നാം ശ്രദ്ധിക്കുന്ന സംഭവിക്കണം. അവർ ചെയ്യുന്ന ഓരോന്നിനെയും പിന്നിൽ വലിയ ചില അജണ്ടകൾ, നമുക്ക് കാണുന്നതിന് പിന്നിൽ ചില അജണ്ടകൾ, നമുക്ക് അറിഞ്ഞുകൂടാത്ത, നമുക്ക് കേൾക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത ചില അജണ്ടകൾ ഒളിഞ്ഞിരിക്കുന്നു. ഈ മെക്സിക്കൻ എഴുത്തുകാരൻ ഹുവാൻ റൂൾഫോ അദ്ദേഹത്തിന്റെ പെഡ്രോ പാരാമോ എന്ന് പറയുന്ന നോവലിൽ വളരെ ഒരു ചെറിയൊരു കാര്യം, ചെറുതാണെങ്കിൽ വലിയൊരു കാര്യം ഒരു ചെറിയ സെന്റൻസിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ചുവർചിത്രത്തെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ചുവർചിത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചുവർചിത്രം ഒരു ദുർമന്ത്രവാദത്തിന്റെ ഒരു പ്രത്യേക ഭാവം ആണ് ഈ ചുവർചിത്രം എന്ന് പറയുന്നത്. പോർട്രേറ്റ് ഈസ് എ ഫോം ഓഫ് വിച്ച്ക്രാഫ്റ്റ്. പോർട്രേറ്റ് ഈസ് എ ഫോം ഓഫ് വിച്ച്ക്രാഫ്റ്റ് എന്നാണ് പറഞ്ഞത്. ഞാനിത് പറയാൻ കാര്യം, ഇവരുടെ ഓരോ ചെയ്ത് കാണുമ്പോഴും
അതൊരു ദുർമന്ത്രവാദത്തിന്റെ ഒരു 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 ഫോമാണ്. അതൊരു പൊളിറ്റിക്കൽ വിച്ച് ക്രാഫ്റ്റിന്റെ, രാഷ്ട്രീയമായ ദുർമന്ത്രവാദത്തിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഭാവം സംഘപരിവാറിന്റെ ഓരോ പ്രവൃത്തിയിലും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയ ദുർമന്ത്രവാദം. അതിപ്പോ ഭാരതാംബ കുറിച്ചുള്ള വിവാദമായാലും ശരി തന്നെ, മറ്റു വിവാദങ്ങളായാലും ശരി തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ദുർമന്ത്രവാദം. റൂൾഫോ പറഞ്ഞത് ദുർമന്ത്രവാദത്തിന്റെ കാര്യമാണെങ്കിൽ നമ്മൾക്ക് ഇവരുടെ ചെയ്തികളെ കുറിച്ച് പറയേണ്ടത് അത് കോർപ്പറേറ്റ് ആണ്. ഇവരുടെ ചെയ്തികൾ ഒരു രാഷ്ട്രീയ ദുർമന്ത്രവാദത്തിന്റെ അടയാളം നമുക്കത് കാണാൻ പറ്റും. ഇത് വളരെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗം. ഒരിക്കലും സംഘപരിവാർ ഒരു നിമിഷത്തെ വികാരത്തിന്റെ പുറത്ത് ഒരു കാര്യങ്ങളും ചെയ്യാറില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് അവർ ചെയ്യുന്നത് വളരെ ചിന്തിച്ച് വെൽ തോട്ട് ഔട്ട് ആയിട്ടുള്ള, അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ചൊക്കെ വളരെ കൂലങ്കഷമായി ചിന്തിച്ച് എടുക്കുന്ന തീരുമാനത്തിന് ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രസ്ഥാനമാണ് ഈ സംഘപരിവാർ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ 1938 അന്ന് കെ എം മുൻഷിയാണ്, നമ്മുടെ കെ എം മുൻഷി. അദ്ദേഹമാണ് ഈ ഭാരതീയ വിദ്യാഭവൻ തുടങ്ങി. 1938 ഭാരതീയ വിദ്യാഭവൻ. അദ്ദേഹം പിൽക്കാലത്ത് ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ കൃഷിമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ഒക്കെ ആയി. അദ്ദേഹമാണ് ഈ വനമഹോത്സവവും വൃക്ഷമഹോത്സവവും ഒക്കെ ആദ്യമായിട്ട് തുടങ്ങുന്നതും ഈ കെ എം മുൻഷിയാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന കെ എം മുൻഷി ആണ്. അദ്ദേഹമാണ് ഈ ഭാരതീയ വിദ്യാഭവൻ 1938 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏതാണ്ട് 30 വർഷം. അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞത്, ഈ ഭാരതീയ വിദ്യാഭവൻ എന്തിനു തുടങ്ങുന്നു എന്നുള്ള ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ടു ആക്ട് ആസ് എ സെന്റർ ഓഫ് ലേണിംഗ് ഫോർ ആര്യൻ കൾച്ചർ, to teach students, to teach Indian youth modern Indian culture in the light of correct historical perspective. പറയുന്നത് 1938 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് പിന്നെ കെ എം മുൻഷി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ആര്യൻ സംസ്കാരത്തിന്റെ കേന്ദ്രമായി മാറുവാൻ ഭാരതീയ വിദ്യാഭവൻ എന്ന സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടത് ആവശ്യമാണ്. അവിടെ യുവാക്കളെ ഇന്ത്യൻ മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യൻ കൾച്ചർ, ആധുനിക ഇന്ത്യൻ സംസ്കാരത്തെ പഠിപ്പിക്കണം. എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? ശരിയായ ചരിത്രത്തിന്റെ കാഴ്ചപ്പാട്. ആ ശരിയായ ചരിത്രത്തിന്റെ കാഴ്ചപ്പാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവരിപ്പോ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതിനെയും അവർ മാറ്റുന്നു. അതിന്റെ സ്ഥാനത്ത് മറ്റു പലതിനെയും അവർ പ്ലേസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇനി അടുത്തതായിട്ട് ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ പതാക അവർ ഒരുപക്ഷെ ഉപേക്ഷിക്കാനുള്ള സാധ്യത വളരെ ശക്തമായി തന്നെ ഞാൻ കാണുന്നുണ്ട്. കാരണം ഇന്ത്യൻ പതാക ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 14 ഇറങ്ങിയ ഓർഗനൈസറുകൾ അവർ എഡിറ്റോറിയൽ എഴുതും. ഓഗസ്റ്റ് 14 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന തൊട്ട് മുമ്പ്, പാകിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടിയ അതേ ദിവസം അവർ ഓർഗനൈസറുകൾ എഡിറ്റോറിയൽ എഴുതി. എഡിറ്റോറിയൽ അവർ പറഞ്ഞത് ഇതാണ്: ഭാഗ്യം കൊണ്ട് അധികാരം കിട്ടിയവർ നമ്മുടെ കയ്യിൽ ത്രിവർണ്ണ പതാക തന്നിരിക്കുക. ഭാഗ്യം കൊണ്ട് അധികാരം കിട്ടിയവർ നമ്മുടെ കയ്യിൽ ത്രിവർണ്ണ പതാക നൽകിയിരിക്കുകയാണ്. ഹിന്ദുക്കൾ ഈ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യില്ല. ഈ 3 എന്ന് പറയുന്നത് തന്നെ തിന്മയുടെ മൂർത്തിമത് ഭാവമാണ്. ഈ 3 എന്ന് പറയുന്നത് തന്നെ എന്ന് എഡിറ്റോറിയൽ എഴുതിയവരാണ് സംഘപരിവാർ. അതും 1947 ഓഗസ്റ്റ് 14 അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഈ പതാക ഉയർത്തുന്നത് തന്നെ 2002 വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കാണ് 2002 അവര് ഉയർത്തുന്നത്. ഒരുപക്ഷെ അടുത്തത് അവര് ഇന്ത്യൻ പതാക മാറ്റുന്നതിനെ കുറിച്ചാകാം. ഇപ്പൊ തന്നെ നമ്മളിവിടെ പറയുന്ന ഭാരതാംബ വിവാദം, ഇത് ശരിക്കും 1905 അവനീന്ദ്രനാഥ ടാഗോറാണ് ഇങ്ങനെ ഒരു സങ്കല്പം കൊണ്ടുവരുന്നത്. ഭാരതാംബ എന്നല്ല പറഞ്ഞത്, ഭാരത് മാത എന്ന പേര് കൊടുക്കുകയും അവനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരമാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഇത്. അദ്ദേഹം ഈ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരത്തിന്റെ ദൃശ്യാവിഷ്കാരമായിട്ടാണ് ഈ ഭാരതമാതാവിനെ ചിത്രീകരിക്കുന്നത്. ഒരു അവിഭക്ത ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ രൂപം, ഒരു ദേവി രൂപം, ഒരു മാതാവിന്റെ രൂപമാണ്
ഈ ഭാരതമാതാവായിട്ട് അദ്ദേഹം ഭാരതമാതാവിന്റെ തല പാകിസ്ഥാനിൽ കടന്നങ്ങ് പോവുക. കാല് കേരളത്തിൽ ഇങ്ങേ അറ്റത്ത് കേപ്പ് ടൗൺ അല്ലെങ്കിൽ കന്യാകുമാരിയിൽ ഇങ്ങേ അറ്റത്ത് ടച്ച് ചെയ്തിരിക്കുമ്പോൾ തല ഇങ്ങനെ പോവുക. അതിനകത്ത് 4 അടയാളങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഒന്ന് വസ്ത്രം, അന്നം, ശിക്ഷ, വിദ്യാഭ്യാസം, ദീക്ഷ, സ്പിരിച്വാലിറ്റി, ആത്മീയത. അപ്പൊ ആത്മീയത, വിദ്യാഭ്യാസം, ആഹാരം, വസ്ത്രം എന്ന് പറയുന്ന 4 കാര്യങ്ങൾ. അതിൽ ഒരു കാവിക്കൊടിയും ഏന്തി നിൽക്കുന്ന ഭാരതമാതാവിനെയാണ് ഇദ്ദേഹം അവനീന്ദ്രനാഥ് ടാഗോർ. അവനീന്ദ്രനാഥ് ടാഗോർ അന്ന് ചെയ്തത് 2 ജാപ്പനീസ് കലാകാരന്മാരുടെ സഹായത്തോടെയാണ്, 2 ജാപ്പനീസ് കലാകാരന്മാരുടെ പെയിന്റർമാരുടെ സഹായത്തോടെയാണ് ഇദ്ദേഹം ഇതിനെ രൂപകൽപ്പന ചെയ്ത് ഭാരതമാതാവിനെ രൂപകൽപ്പന ചെയ്യുന്ന പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലാണ് 1905 ആണ് ഇങ്ങനെയൊരു അവനീന്ദ്രനാഥ ടാഗോർ വിഷ്വലൈസ് ചെയ്തത്. അത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കെ രാജാറാം, അതുപോലെ തന്നെ ശോഭാ സിംഗിനെ പോലുള്ള ചിത്രകാരൻ, ശോഭാ സിംഗ് പഞ്ചാബിലെ ചിത്രകാരനാണ്. ശോഭാ സിംഗും ഈ കെ രാജാറാമും ഒക്കെ അതിന് ഒരു ശക്തിയുടെ പരിവേഷം നൽകുകയും അതിനൊരു ഹൈന്ദവ പരിവേഷം നൽകുകയും അതിനൊരു ഒരു എന്താ പറയുക മിലിറ്റന്റ് ആയിട്ടുള്ള രൂപത്തിൽ ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഇവർ രണ്ടുപേരാണ്. കെ രാജാറാമിനെ പോലുള്ള ശോഭാ സിംഗിനെ പോലുള്ള പെയിന്റർമാരാണ് ഇതിനെ ഇങ്ങനെ ഒരു ഡയമെൻഷൻ കൊടുക്കുകയും ആ ഡയമെൻഷനാണ് അങ്ങനെ അവർ നൽകിയ ഒരു ഇതാണ് ഇന്നിപ്പോ ഒരു ഭാരതാംബ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പം എത്ര സൂക്ഷ്മമായിട്ട് ഇവർ ചരിത്രം പരിശോധിക്കുകയും ആ ചരിത്രം പരിശോധിച്ചതിന്റെ ഭാഗമായി അവർ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും, ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും അവർ ഇതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം സിലബസ് തിരുത്തുന്നു അല്ലെങ്കിൽ ചരിത്രം തിരുത്തുന്നു നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഈ അല്ലെങ്കിൽ ഒരു ജനതയെ മേൽ നമ്മുടെ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ചരിത്രത്തെ മായ്ച്ചു കളയുക എന്നുള്ളതാണ്. ഇത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചത് ഈ സാമ്രാജ്യത്വ ശക്തികളാണ്. സാമ്രാജ്യത്വ ശക്തികൾ എവിടെയെല്ലാം ഈ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചുവോ അവിടെയൊക്കെ തന്നെ അവർ ആദ്യം ചെയ്യുന്നത് ആ ഭൂമി ചരിത്രമില്ലാത്ത ഭൂമിയാണെന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ ഭൂമി അല്ലെങ്കിൽ ആ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് ചരിത്രമില്ല എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് സാമ്രാജ്യത്വത്തിന്റെ ആദ്യത്തെ പടി, ആദ്യത്തെ ഭാഗം. ആ രാജ്യം പിടിച്ചെടുക്കുന്നതിന്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ചരിത്രമില്ലെങ്കിൽ, ഒരു ഭൂമിക്ക് ചരിത്രമില്ലെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഭൂമി എന്താ പറയാ വേക്കന്റ് ആണെന്നുള്ളതാണ്. അവിടെ ആൾതാമസമില്ല. അല്ലെങ്കിൽ ആ ഭൂമി എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിൽ പിന്നെ ഒരു യജമാനനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ാണ് ആ ഭൂമി എന്ന് സ്ഥാപിക്കുക എന്നുള്ളത്. കാരണം ഒരു ഭൂമിക്ക് ചരിത്രം വരുമ്പോഴാണ് ആ ഭൂമിക്കൊരു ഉടയൻ ഉണ്ടാകുന്നത്, ആ ഭൂമിക്കൊരു ഉടമസ്ഥൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഭൂമിക്ക് തരിശു ഭൂമി അല്ലെങ്കിൽ അനാഥമായി കിടക്കുന്ന അല്ലെങ്കിൽ പുറംപോക്ക് എന്ന് പറഞ്ഞാൽ ആർക്കും കയറി മേയാവുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് പോലെയാണ് ചരിത്രമില്ലെന്ന് സ്ഥാപിക്കുക, അവിടുത്തെ ജനതയ്ക്ക് ചരിത്രമില്ലെന്ന് സ്ഥാപിക്കുക. അപ്പൊ ആ ഭൂമി എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ ഫ്രീ ആണെന്നും ആർക്ക് വേണമെങ്കിലും അത് കീഴടക്കാമെന്ന്, ഒരു യജമാനന് വേണ്ടി കാത്തിരിക്കുന്നതാണെന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവരെ രാക്ഷസന്മാരായി ചിത്രീകരിക്കുക, അവരെ അപരിഷ്കൃതരെന്ന് ചിത്രീകരിക്കുക, അവരെ കറപ്റ്റ് എന്ന് ചിത്രീകരിക്കുക, അങ്ങനെ ചിത്രീകരിക്കുന്നത് ഒരു സാമ്രാജ്യത്വത്തിന്റെ ഭാഗമാണ്. അത് തന്നെയാണ് ഇവരിപ്പോ സിലബസിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ തിരുത്തുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യം. ഇപ്പൊ ഭാരതാംബ വിവാദം നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത്, നമ്മൾ ശ്രദ്ധിക്കാതെ ഒരുപാട് കാര്യങ്ങൾ. 2 കാര്യങ്ങൾ മാത്രം നിങ്ങളോട് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഒന്നെന്ന് പറയുന്നത് ഈ നമ്മുടെ എഴുത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ സാഹിത്യം ഇപ്പോഴും ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റേറിയനാണ്. അല്ലെങ്കിൽ ഒരു സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന ഒരു ശക്തമായ ഒരു നിര ഇന്ത്യൻ സാഹിത്യത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് നന്നായില്ല. നമ്മൾ സാഹിത്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് സാഹിത്യത്തിന്റെ ഒട്ടുമിക്ക മേഖലകളിലും ഈ സംഘപരിവാറിനെതിരായിട്ടുള്ള എഴുത്തുകളാണ് നമുക്ക് കാണാൻ. നോവലായാലും ചെറുകഥയായാലും എന്ത് തന്നെയാണെങ്കിലും അത് ഇതുവരെ കീഴടക്കാൻ അവർക്ക് പറ്റാത്ത ഒരു മേഖലയാണ് സാഹിത്യം എന്ന് പറയുന്നത്, സാംസ്കാരിക രംഗവും സാഹിത്യവും. അപ്പൊ ഇവിടെ അതിനുവേണ്ടി അവർ ഇപ്പോഴേ ഒരു പ്രോജക്റ്റ് എടുത്തിരിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷം ആയപ്പോൾ അവര് PM യുവ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവര് തുടങ്ങി. PM യുവ അതായത് 30 വയസ്സിന് താഴെയുള്ള യുവാക്കൾക്ക് ടാലന്റഡ് ആയിട്ടുള്ള യുവാക്കളെ കണ്ടുപിടിക്കുകയും അവരെ എഴുതാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി
അവർക്കൊരു ഫെലോഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗം. അങ്ങനെ കഴിഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷം 75 പേർക്ക് അവർ കൊടുത്തു. ഒരു മാസം 50,000 രൂപ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ കൊടുക്കുക. ആ തിരഞ്ഞെടുപ്പ് ഞാൻ പലതരത്തിലുള്ള ഒരു പ്രോസസ്സിലൂടെയാണ്. ആദ്യം ഒരു പുസ്തകം എഴുതാൻ ഒരു പ്രപ്പോസൽ തരുന്നു. ആ പ്രപ്പോസൽ ആദ്യം ഒന്ന് രണ്ട് പേർ അത് പരിശോധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നാഷണൽ ലെവലിൽ അത് പരിശോധിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഈ പ്രപ്പോസൽ അവർ അംഗീകരിക്കാതെ. അപ്പൊ അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഈ യുവാക്കൾക്ക്, 30 വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കൾക്ക് ഒരു മാസം 50,000 രൂപ അവർ ഫെലോഷിപ്പ് കൊടുക്കുന്നു. 6 മാസം അവർക്ക് ഫെലോഷിപ്പ് കൊടുക്കുന്നു. അത് 3 ലക്ഷം രൂപ അവർ കൊടുക്കുന്നു. എന്നിട്ട് 1 വർഷത്തിനുള്ളിൽ അവരൊരു പുസ്തകമാക്കി തയ്യാറാക്കി കൊടുക്കുക. ആ പുസ്തകം തയ്യാറാക്കുന്നതിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മെന്ററായി ഒരാളിനെയും അവർ കൊടുക്കുന്നു. ആ മെന്ററിനും പിന്നെ പൈസ കൊടുക്കുന്ന ഒരു. അപ്പോൾ ഇപ്പോ ഇത് കഴിഞ്ഞ 75 വർഷം കഴിഞ്ഞപ്പോൾ 75 പേരെ എടുത്തു. കഴിഞ്ഞ വർഷം 35 പേരെയാണ് ഇന്ത്യയിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ നിന്നാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഇപ്പോഴത്തെ ഈ 30 വയസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 30 വർഷം ഇന്ത്യയുടെ സാഹിത്യത്തിലും മറ്റും പിന്നെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ പോകുന്നവരാണ് ഈ തിരഞ്ഞെടുക്കുന്ന ഓരോ വർഷവും ഇവർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പൊ ഇവർ എന്ത് തരത്തിലുള്ള സാഹിത്യ സൃഷ്ടിയായിരിക്കും, എന്ത് തരത്തിലുള്ള എഴുത്തായിരിക്കും എഴുതുന്നത് എന്ന് ആലോചിക്കുക. ഇപ്പോൾ അസഫ്നാവ് അവര് മെന്ററായിട്ട് ഒരു RSSകാരനെ ഒന്നും തന്നെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. മെന്ററായിട്ട് പലപ്പോൾ പുരോഗമന സ്വഭാവമുള്ള ആൾക്കാർ തന്നെയാണ് ഇതുവരെ തെരഞ്ഞെടുത്തത്. പക്ഷെ അത് ക്രമേണ ഇവരെ മെന്ററായി വരാൻ പോകുന്നത് ഏതെങ്കിലും RSSകാരനായിരിക്കും, അല്ലെങ്കിൽ ഒരു സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഗ്രാജുവലായിട്ട് ഈ മേഖലയിൽ ഇടപെടുകയും ഇവർ ഈ പറയുന്ന യുവാക്കളുടെ ഇവർക്ക് ഇത് മാത്രമല്ല, ഈ ഫെലോഷിപ്പുകൾക്ക് മാത്രമല്ല, അവർക്ക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും രാഷ്ട്രപതിയുമായും അവർക്ക് ഒരു സംവദിക്കാനുള്ള അവസരം ഒരുക്കുന്നു. വേൾഡ് ബുക്ക് ഫെയർ വരുമ്പോൾ ഇവരെ കൊണ്ടുപോകുന്നു. ഇതിൽ ഏറ്റവും പ്രഗത്ഭരെന്ന് തോന്നുന്ന ആൾക്കാരെ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലും കൊണ്ടുപോകും. അപ്പൊ ഏതെല്ലാം തരത്തിൽ ഇവരുടെ ഭരണവുമായി സംഘപരിവാരമായി ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കും. അപ്പൊ അടുത്ത 30 വർഷക്കാലത്തേക്ക് ഇവരിൽ പലരുമായിരിക്കും എഴുത്തുമായി മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇവരുടെ പല സൃഷ്ടികളുമായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാര്യം നമുക്കറിയാം, ഈ കമ്മ്യൂണിസത്തിനെതിരെ അമേരിക്ക ഈ ശീതയുദ്ധകാലത്ത് അമേരിക്ക ചെയ്തെന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാഹിത്യത്തിന്റെ ഭാവം തന്നെ മാറ്റി മറിക്കുന്ന വിധത്തിൽ അവർ മാറ്റിയെടുത്തു എന്ന് പറയുന്നത് പോലെ ആണ് ഇവിടെ സംഘപരിവാറുകാർ ശ്രമിക്കുന്നത്. ഇത് നമ്മൾ ഒരുപക്ഷെ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ പിന്നെ പുരോഗമന സ്വഭാവമുള്ള ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരോ ഒന്നും തന്നെയും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ഇതുവരെ മറ്റൊരു ഭരണകൂടം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തൊന്നും തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും തന്നെയും അവർ പോയിട്ടില്ല. പക്ഷെ ഇവര് എത്ര ഭംഗിയായിട്ടാണ് ഓരോ വർഷം 35 പേര് 70 പേര് 75 പേരെ എഴുത്തുകാരെ യുവാക്കളെ അവർ ട്രെയിൻ ചെയ്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ സാംസ്കാരിക രംഗത്ത് ഇടപെടാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ള. ഇവരൊക്കെ ഇതിൽ പലരും ചെന്ന് വീഴുന്നത് അവരറിയാതെ തന്നെയാണ് ചെന്ന് വീഴുന്നത്. ആലോചിക്കുമ്പോൾ കൊള്ളാം, എഴുതാനായിട്ട് ട്രെയിനിങ് തരുന്നു, 50,000 രൂപ ഒരു മാസം ഫെലോഷിപ്പ് വരുന്നു. പുസ്തകം ഈ പിന്നെ ഇത് നാഷണൽ ബുക്ക് ട്രസ്റ്റാണ് പബ്ലിഷ് ചെയ്യുന്നത്. പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റാണ്, NBT ആണ് പബ്ലിഷ് ചെയ്യുന്നത്. NBT ബുക്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ ഈ പറഞ്ഞ 35 പുസ്തകം. അപ്പൊ ഇതൊരു തുടക്കമാണ്. കാലക്രമത്തിൽ ഇത് വേറെ രൂപത്തിലേക്ക് ഇത് മാറി പോവുകയും ആ സാഹിത്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് ഒരു വലിയ ചലനം ഇവർക്ക് നമ്മൾ അറിയാതെ സൃഷ്ടിക്കുന്ന, നമ്മുടെ കാലിന് ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നാം അറിയാതെ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ മണ്ണൊലിച്ചു പോയി ഒരു വലിയ പ്രളയത്തിന് നടുവിൽ കയത്തിനുള്ളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ഈ അടുത്ത കാലത്ത് കണ്ണൂർ സർവകലാശാല എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കണ്ണൂർ സർവകലാശാലയിൽ ഇന്ത്യൻ ഭാരതീയ മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ 3 ദിവസം അധ്യാപകർക്ക് ക്ലാസ് സംഘടിപ്പിക്കുന്നു. എല്ലാ അധ്യാപകർക്കും കമ്പൾസറി ആയിട്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് പറയുകയും പങ്കെടുക്കാത്ത അധ്യാപകർക്ക് മെമ്മോ കൊടുക്കുകയും, മെമ്മോ പലർക്കും കൊടുക്കേണ്ടി വന്നില്ല. കാര്യം മെമ്മോ കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, ദയവേദന ക്ഷമിക്കണമെന്ന് വൈസ് ചാൻസലറുടെ കാല് തൊട്ട് വന്നിച്ചിട്ട് അവർ പോവുകയും ചെയ്തു. കണ്ണൂർ സർവകലാശാലയെ തിരഞ്ഞെടുത്ത് എന്താണെന്ന് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന വലിയ വലിയ സഖാക്കൾ അവിടെ ചെല്ലുകയും ഈ ഭാരതീയ മൂല്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സിൽ 3 ദിവസം രാവിലെ 8:30 മുതൽ പിന്നെ വൈകിട്ട് 5:30 വരെ ഇരുന്ന് കേട്ട് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു മനുഷ്യൻ പോലും അതിനെ എതിർക്കാം. കണ്ണൂർ ആയിട്ട് പോലും
ഒരു അധ്യാപനം ഒരു അധ്യാപക സംഘടന, ഇടതുപക്ഷ അധ്യാപക സംഘടന, CPM-ന്റെ അധ്യാപക സംഘടന ഉൾപ്പെടെ ഒരു അധ്യാപക സംഘടനയും എതിർക്കുകയോ അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് പഠിക്കേണ്ട എന്താണ്, ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് ചോദിക്കാൻ പോലുമോ ആരും തുനിഞ്ഞില്ല. 3 ദിവസം അച്ചടക്കത്തോടെ അവിടെ ഇരുന്ന് അവര് ഇതെല്ലാം തന്നെ വന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ചരട് കെട്ടിയ ആൾക്കാരാണ്. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും മറ്റൊക്കെ വിളിക്കുന്ന അവരുടെ ഒരു ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇതുപോലെയാണ് അവര് പഠിച്ചു അവര് പോയിരുന്നത്. ഇതുപോലെ ഇപ്പോ കേരള സർവകലാശാല സെനറ്റിലേക്ക് ഒരു RSSകാരനെ നോമിനേറ്റ് ചെയ്തു. നമ്മൾ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ വിനോദ് ഭൂമിയുടെ സതീശനെ അദ്ദേഹം നോമിനേറ്റ് ചെയ്തു. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ അവരവരുടെ കാര്യങ്ങൾ അതിന്റെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുക എന്ന ഒരു കാര്യം വാൾട്ടർ ബെഞ്ചമിൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. വാൾട്ടർ ബെഞ്ചമിൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ അവർ ഡെത്ത് ഈസ് നോട്ട് സേഫ് ഫ്രം അവർ എനിമീസ് ഇഫ് ഹി വിൻസ് എന്നാണ്. മരിച്ചുപോയ നമ്മുടെ പൂർവികർ പോലും എന്താ പറയുക, അവര് പോലും പിന്നെ നമ്മുടെ ശത്രുവിന്റെ കരാളഹസ്തത്തിൽ നിന്ന് മോചിതരല്ല. ശത്രു ജയിക്കുകയാണെങ്കിൽ മരിച്ചുപോയവർ പോലും അവരുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടത്തില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമയെ പോലും തിരുത്തുവാൻ ശേഷിയുള്ള ശ്രമിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ശത്രുക്കൾ എന്നാണ് വാൾട്ടർ ബെഞ്ചമിൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അവരുടെ ശ്രമം ചരിത്രത്തിൽ തുടങ്ങി ഭാവിയിലേക്ക് പോകുന്ന ഒന്നാണ്. അല്ലാതെ ഭാവിയിൽ തുടങ്ങുകയോ അല്ലെങ്കിൽ വർത്തമാനകാലത്തോ അല്ല അവരുടെ ഇത്. ഒരു ചരിത്രത്തിൽ തുടങ്ങി വർത്തമാനത്തിലൂടെ ഭാവിയെ നിയന്ത്രിക്കുന്ന കാര്യം. ആരാണോ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് അവരാണ് ഭാവിയെ നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭാരതാംബ ഇപ്പോൾ പൊങ്ങി വരുന്നത്, ഇതിന് മുമ്പ് പൊങ്ങി വരുന്നത്? ഇന്ത്യയുടെ ചിത്രം വയ്ക്കുന്നതിന് പകരം ഭാരതാംബ എന്തുകൊണ്ട് വയ്ക്കുന്നു? അപ്പം 1905 അവനീന്ദ്രനാഥ് ടാഗോർ കൊണ്ടുവന്നതിനെ ഇപ്പോൾ അവർ എടുക്കുന്നു. അങ്ങനെ ഓരോന്നും അവർ ചരിത്രത്തിൽ എടുത്തു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് മുതലേ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1900 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഭാരതാംബ സങ്കല്പം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്നതാണ് ടാഗോറിന്റെ അനന്തരവനാണ് അത് തയ്യാറാക്കിയതെന്ന് പറയുമ്പോൾ അവർ ലെജിറ്റിമസി നേടുകയാണ്. അവരുടെ ആശയത്തിന് അവരൊരു നയാമകത്വം നേടുകയാണ്, അവരൊരു ലെജിറ്റിമസി നേടിയെടുക്കുന്നത്. അത് ഞാൻ ചരിത്രത്തിൽ നിന്ന് ഖനനം ചെയ്തെടുത്താണ്. അല്ലാതെ ഇന്നിന്റെ സൃഷ്ടിയല്ല. പുരാതന കാലം മുതലുള്ള പഴയ കാലം മുതൽ തന്നെ ഉള്ള ഒരു സാധനത്തിനെ നിങ്ങൾ ഇതുവരെ അവഗണിക്കുകയായിരുന്നു. ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഭരണകൂടം ഇതുവരെ അവഗണിച്ചിരുന്നതിനെ ഞങ്ങൾ ഞങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് വരുന്നു. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ തിരിച്ചെടുക്കുന്നു എന്ന് കാണിക്കുക എന്നുള്ളത്. അവർ പ്രധാനമായും 4 രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയമായി പിന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റുകാരല്ല ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തുക. കാരണം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുള്ളതെല്ലാം നമുക്കെല്ലാം വളരെ ഭംഗിയായിട്ട് അറിയാം. കാര്യം അവരെ സംബന്ധിച്ചുള്ള മുഖ്യ ശത്രു ഈ കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല, അവരെ സംബന്ധിച്ചുള്ള കോൺഗ്രസ്സാണ്. അപ്പൊ കോൺഗ്രസിനെ പിന്നെ അപകീർത്തിപ്പെടുത്തുക. രാഷ്ട്രീയമായി കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തുക. ഭരണപരമായി സ്ഥാപന സ്വരൂപങ്ങളിൽ RSSകാരെ പ്ലേസ് ചെയ്യുക. ഭരണപരമായി RSSകാരെ പ്ലേസ് ചെയ്യുക. നമ്മൾ ഇന്ദിരാഗാന്ധി പല സ്ഥാപനങ്ങളിലും ഇടപെട്ട് ഇന്റർഫിയർ ചെയ്ത ആളാണ് ഇന്ദിരാഗാന്ധി. പക്ഷേ ആ ഇന്ദിരാഗാന്ധി പോലും ഈ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഇടപെട്ടിട്ടില്ല. സാഹിത്യ അക്കാദമി ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളൊന്നും തന്നെ ഇന്ദിരാഗാന്ധി ഇടപെട്ടില്ല. പക്ഷെ ഇവിടെ നോക്കൂ, അവർ ഇടപെടുന്നത് മുഖ്യമായി സാംസ്കാരിക സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഭരണപരമായി RSS അതിൽ തന്നെ ഒരു പരിണാമം നമ്മൾക്കൊക്കെ കാണാം. വാജ്പേയി ഭരിച്ചിരുന്ന കാലത്ത് കുറച്ച് BJP അനുഭാവികളും കുറച്ച് സ്വതന്ത്രരായിട്ടുള്ള ബുദ്ധിജീവികളെയാണ് അവർ പ്ലേസ് ചെയ്തത്. അത് കഴിഞ്ഞ് വാജ്പേയി പോയി നരേന്ദ്രമോദിയുടെ 2ാം ഭരണം വന്നപ്പോഴത്തേക്കും ഈ സ്വതന്ത്ര എന്നുള്ളത് മാറ്റി BJP അനുഭാവികൾ പിന്നെ കുറച്ച് RSS അനുഭാവികളെയാണ് കൊണ്ടുവരുന്നത്. ഇപ്പോ അതിന്റെ സ്ഥാനത്ത് RSSകാരെയാണ് കൊണ്ടുവരുന്നത്. ഈ നമ്മുടെ ഖാൻ RSSകാരനായിരുന്നു, RSS അനുഭാവികൾ. പക്ഷെ ഖാൻ കഴിഞ്ഞപ്പോ അതിന്റെ സ്ഥാനത്ത് വന്നത് RSSകാരൻ തന്നെയാണ്. RSSകാരൻ. അപ്പൊ ആ ഒരു ഇത് നോക്കുക. ആദ്യം BJP അനുഭാവിയും കുറച്ച് BJP അനുഭാവി, കുറച്ച് ബാക്കിയുള്ളവർ. അത് കഴിഞ്ഞ് BJP അനുഭാവികൾ, അത് കഴിഞ്ഞ് പിന്നെ RSS അനുഭാവി, അതിൽ നിന്ന് നേരെ RSSലേക്കുള്ള ഒരു പോക്കാണ്. അപ്പൊ സ്ഥാപനങ്ങളിൽ RSSകാരെ പ്ലേസ് ചെയ്യുക ഭരണപരം. മറ്റൊന്ന് അവർ സാമ്പത്തികമായി ഏതാനും ചില മുതലാളിമാരെ പ്രൊമോട്ട് ചെയ്യുക, അവരിൽ സ്വത്ത്
അല്ലെങ്കിൽ അവരിൽ മൂലധനം കേന്ദ്രീകരിക്കുക, ആ മൂലധന ശക്തികളെ സംഘപരിവാർ നിയന്ത്രിക്കുക. ഇതാണ് സാമ്പത്തികമായി അവർ നടപ്പിലാക്കുന്ന അവരുടെ അജണ്ട എന്ന് പറയുന്നത്. ഏതാനും മുതലാളിമാരെ പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ അവരിൽ മൂലധനം കേന്ദ്രീകരിക്കുക, ആ കേന്ദ്രീകൃതമായ മൂലധനത്തെ നിയന്ത്രിക്കുക, സംഘപരിവാർ നിയന്ത്രിക്കുക എന്നുള്ളതാണ് സാമ്പത്തികമായി അവർ നടപ്പിലാക്കുന്നത്. സാമൂഹ്യമായി അവർ നടപ്പിലാക്കുന്നത് ഈ മതസ്പർദ്ധ വളർത്തുക, സമൂഹത്തെ രണ്ട് ചേരികളാക്കി മാറ്റുക. ഹിന്ദുസ് വേഴ്സസ് ദി റെസ്റ്റ്, ഹിന്ദുക്കളും മറ്റുള്ളവരും എന്ന് പറയുന്ന ഒരു വലിയ വിള്ളൽ സൃഷ്ടിക്കുക, അതിൽ എന്നിട്ട് ഹിന്ദുക്കൾ മറ്റുള്ളവരും എന്ന രീതിയിൽ ഇതിനെ സമൂഹത്തെ വേർതിരിക്കുക അല്ലെങ്കിൽ ചേരിതിരിവ് കൊണ്ടുവരിക എന്നതാണ്. ഈ നമ്മുടെ മനസ്സിൽ ഈ ചേരിതിരിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൃഗങ്ങളെക്കാൾ കഷ്ടമാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 1946 ബംഗാൾ റൈറ്റ്സ്, ബംഗാൾ വർഗീയ സംഘർഷം. ആ ബംഗാളിലെ വർഗീയ സംഘർഷം നടക്കുമ്പോൾ നോഖാലിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാത്മാഗാന്ധി നോഖാലിയിൽ പോകും. നന്ദിഗ്രാം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അന്ന് വർഗീയ സംഘർഷം നടന്നതാണ് നമ്മൾ സാന്ദർഭികമായി ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഗാന്ധിജിയും കുറച്ച് ആൾക്കാരുമായിട്ട് വീടുകൾ സന്ദർശിക്കാൻ ഇടപെടും. അങ്ങനെ ചെന്നപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പട്ടി പെട്ടെന്ന് ഓടി വരുന്നു. ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് അത് വീണ്ടും ഓടുന്നു. ഈ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ആ പട്ടി ഓടി വരുന്നു. ഇവരുടെ അടുത്തൊക്കെ വന്നിട്ട് വീണ്ടും അത് ഓടുകയാണ്. അപ്പോൾ ഉടനെ ഗാന്ധിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ പട്ടിയെ അടിച്ചു കളയാനായിട്ട് ശ്രമിച്ചു. കാലത്തെറിയാനൊക്കെ പോയപ്പോൾ ഗാന്ധി പറഞ്ഞു, വേണ്ട, പട്ടി എന്തോ ഒരു സന്ദേശം നമുക്ക് നൽകാൻ ആഗ്രഹിക്കും, പട്ടി എന്തോ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഗാന്ധിജി പട്ടിയെ പിന്നെ എന്താ പറയുക പുറകെ ആ ഗ്രൂപ്പ് സന്ദർശിച്ചു. ഒരു കഷ്ടിച്ച് ഒരു ഫർലാങ് കഴിഞ്ഞപ്പോൾ ഈ പട്ടി ഒരു വീട്ടിൽ ചെന്ന് കയറുകയും അവിടെ 7 ചീഞ്ഞളഞ്ഞ ശവങ്ങൾ ചീഞ്ഞളഞ്ഞ് വികൃതമായി കിടക്കുന്ന അവിടെ ചെന്ന് ഈ പട്ടി നിൽക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഗാന്ധിജി പറഞ്ഞത്, ഈ നമ്മളിൽ ഒരു ഈ എന്താ പറയാ ഈ ഹെയ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരു മത വിരോധം അല്ലെങ്കിൽ ആ വെറുപ്പ് നമ്മളിൽ എത്തുമ്പോൾ നമ്മൾ മൃഗങ്ങളെക്കാൾ താഴെ പോകുന്നു. മൃഗങ്ങൾക്ക് മനുഷ്യനോടുള്ള സ്നേഹം പോലും വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോട് ഇല്ലാതാകും എന്നാണ് ഈ ഗാന്ധിജി ഇത് പറഞ്ഞിട്ട് ഗാന്ധി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതാണ്. അപ്പൊ വെറുപ്പ് നമ്മളിൽ ഉളവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സാദത്ത് ഹസൻ മാൻഡോ അറിയാം, ഇന്ത്യയിലെ ചലച്ചിത്ര രംഗത്തൊക്കെ തന്നെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുത്തുകാരൻ, കഥാകൃത്തൊക്കെ തന്നെ ആയിട്ട് തന്നെ ഒരുപാട് എഴുതിയിട്ടുള്ളതാണ് സാദത്ത് ഹസൻ മാൻഡോ. അപ്പോൾ മാൻഡോ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഈ ഇന്ത്യ വിഭജനം വന്നു. ബോംബെയിലെ സിനിമാ ലോകം അറിയപ്പെട്ടതാണ് ഇദ്ദേഹവും. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട് ശ്യാം. അപ്പൊ ഇങ്ങനെ വർഗീയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഒരു സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് കുറെ ഹിന്ദുക്കളും സിഖുകാരും ബോംബെയിൽ വരികയും ഈ ശ്യാമും മാൻഡോയും ഇരിക്കുന്ന ആ സദസ്സിൽ ഈ ഹിന്ദുക്കൾ അവർക്ക് പാകിസ്ഥാനിലുണ്ടായ ദുരന്തങ്ങളെ കുറിച്ച് വർണ്ണിക്കുകയും അവിടെ നടന്ന വർഗീയ സംഘർഷങ്ങൾ, ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലുന്ന കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ പറഞ്ഞിട്ട് ഇവർ പോയി കഴിഞ്ഞപ്പോ മാൻഡോ ശ്യാമിനോട് ചോദിച്ചു, ഇവർ ഇത് പറയുമ്പോൾ നിനക്ക് എന്താണ് തോന്നിയത്? നീ ഇത് കേട്ടോണ്ടിരുന്നത്, ഇവർ നേരിട്ട ആ വർഗീയ സംഘർഷത്തിന്റെ അത് നേരിട്ട അനുഭവം നിന്നോട് വിവരിക്കുമ്പോൾ നിനക്ക് എന്ത് തോന്നി? നീ എന്നെ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഒരാൾ മുസ്ലിം, ഒരാൾ ഹിന്ദുവാണ്. നീ എന്നെ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോ ശ്യാം പറഞ്ഞത്, അത് കേട്ടപ്പോ എനിക്ക് നിന്നെ കൊല്ലണമെന്ന് തോന്നി. ഇപ്പം പക്ഷേ അങ്ങനെയല്ല. അപ്പൊ മാൻഡോ പറയുന്നത്, ഒരുപക്ഷെ ഈ വന്നവർ മുസ്ലിങ്ങളായിരുന്നു, അവർ നേരിട്ടതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും എന്റെ മനസ്സിൽ അപ്പോൾ അങ്ങനെ തോന്നുമായിരുന്നു. അത് കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് എന്റെ മനസ്സിലും തോന്നുമായിരുന്നു. അപ്പൊ അപ്പോഴും ഇപ്പോഴും രണ്ടും രണ്ടാണ്. ഇതിനിടയിലാണ് വർഗീയ സംഘർഷങ്ങളുടെ ഇട എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും ഇടയിലാണ് അപ്പോഴും ഇപ്പോഴും. നമ്മൾ ഒരെണ്ണം കേൾക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വൈരാഗ്യം, അല്ല വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ഓഫ് ഹീറ്റ് creates politics of heat. Politics of heat. നമ്മുടെ ദേഹത്തിൽ ചൂട് വല്ലാതെ വർദ്ധിക്കുന്നു, നമ്മുടെ ടെമ്പറേച്ചർ നമുക്ക് ആ ഒരു വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിയുകയില്ല.
ആ പൊളിറ്റിക്സ് ഓഫ് ഹേറ്റ് നമ്മുടെ മനസ്സിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചൂടാവുകയും ആ ചൂടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്തിനും തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സ് ഓഫ് ഹേറ്റ് ക്രിയേറ്റ്സ് പൊളിറ്റിക്സ് ഓഫ് ഹീറ്റ്. ആ നിമിഷം അപ്പോഴും ഇപ്പോഴും ആ ചൂട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സോബറാണ്. വീണ്ടും 46-ലെ കൽക്കട്ട കില്ലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആശിഷ് നന്ദി ഒരു കഥ പറയുക, ഒരു കാര്യം പറയുന്നത്. ആശിഷ് നന്ദിക്ക് അന്ന് 13 വയസ്സേ ഉള്ളൂ, ഒരു കൊച്ചാണ്. അത് താമസിച്ചിരുന്നത് കൽക്കട്ടയിലെ YMCA. കാരണം YMCA അന്നത്തെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുടെ അച്ഛനാണ്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് പഠിക്കാൻ, അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഹിന്ദു മുസ്ലിം വർഗീയ സംഘർഷത്തിൽ അവർ ഏതാണ്ട് സുരക്ഷിതരായിരുന്ന ഒരു ഇതാണ്. അപ്പൊ നന്ദി പറയുന്നത്, 13 വയസ്സുള്ള നന്ദി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഗീയ സംഘർഷങ്ങൾ നടക്കുന്നത് അവർക്ക് അവിടെ ഈ YMCA മുകളിൽ കയറി നിന്നാൽ കാണാം. പുകയും ഒക്കെ പോകുന്നതും ആൾക്കാരുടെ നിലവിളിയും ബഹളവും അട്ടഹാസങ്ങളും എല്ലാം അവർ കാണാം. കുറെ കഴിഞ്ഞ് കുറച്ച് മനുഷ്യർ ഓടി വരുന്നു. ഈ നന്ദിയുടെ അച്ഛനും ആ YMCA അപ്പോഴുണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടെ അവരെ ഈ ഇതിലേക്ക് കയറ്റുന്നു. ഈ YMCA ഹാളിൽ അഭയം സ്വീകരിച്ചവരിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉണ്ട്. അവിടെ വന്നിട്ട് അവർ വളരെ ശാന്തരായി, രണ്ടു കൂട്ടരും മുസ്ലിമും ഹിന്ദുവും എല്ലാം വളരെ ശാന്തരായി, വളരെ സമാധാനത്തോടെ സൗഹൃദത്തോടെ ആഹാരം വിളമ്പുകയും പാചകം ചെയ്യുകയും ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പുറത്ത് നിന്നപ്പോ അട്ടഹാസങ്ങൾ നടത്തുകയും മനുഷ്യനെ കൊല്ലപ്പെടുകയും ചെയ്ത കൂട്ടർ ഇതിനകത്തെത്തിയപ്പോ വളരെ സൗഹാർദ്ദപരമായി പെരുമാറിയെന്നുള്ളതാണ്. അപ്പൊ അപ്പോഴും ഇപ്പോഴും എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പോൾ അവർ വന്നു, ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ അവർ വളരെ സൗഹൃദമായിട്ട് കഴിയുന്നു. അപ്പം ഇങ്ങനെ ആൾക്കാരെ ഇളക്കുന്നവർ അവരാണ് കോൾഡ് ബ്ലഡഡ് മർഡറേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ ഇങ്ങനെ ഇവരിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അപ്പോഴും ഇപ്പോഴും ഒന്നുമില്ല, എപ്പോഴും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇതിന് വിധേയരാകുന്ന മനുഷ്യർക്കാണ് അപ്പോഴും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർ വളരെ സോബറാണ്. പക്ഷെ അപ്പോഴത്തേക്കും ഡാമേജ് ഇസ് ഓൾറെഡി ഡൺ. കൊലപാതകം നടന്നു കഴിഞ്ഞു, ചേരി തിരിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ചേരി തിരിക്കുക എന്നുള്ളതാണ്. ഈ പാർട്ടീഷൻ കാലഘട്ടത്തിലെ ഈ വെസ്റ്റ് ബംഗാളിലെ ഗവർണർ എന്ന് പറയുന്നത് ഫ്രാൻസിസ് മൂഡിയാണ് വെസ്റ്റ് ബംഗാളിലെ ഗവർണർ. അപ്പൊ ഫ്രാൻസിസ് മൂഡി പിന്നെ സെപ്റ്റംബർ 1947 ഒരു മാസക്കാലം ഫ്രാൻസിസ് മൂഡിയുടെ വീട്ടിലാണ്, ഔദ്യോഗിക വസതിയിലാണ് ഫാത്തിമ ജിന്നയും താമസിക്കുന്നത്. ജിന്നയുടെ സഹോദരി ഫാത്തിമ ജിന്നയും താമസിച്ചത് ഈ ഫ്രാൻസിസ് മൂഡിയുടെ ക്വാർട്ടേഴ്സാണ്. അപ്പൊ ഈ വർഗീയ സംഘർഷങ്ങളെ കുറിച്ച് ഇങ്ങനെ പാർട്ടീഷനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ പെട്ടെന്ന് ജിന്ന പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടീഷൻ ഈസ് എ ട്രാജഡി ആസ് വെൽ ആസ് എ ത്രില്ലർ എന്നാണ്. പാർട്ടീഷൻ ഒരേ സമയം ഒരു ട്രാജഡിയുമാണ്, ഒരു ത്രില്ലറുമാണ് എന്നാണ് പറഞ്ഞത്. അപ്പം മൂടി ചോദിക്കുന്നു, എന്താണ് ഇദ്ദേഹം അത് ട്രാജഡിയാണെന്ന് പറഞ്ഞത്, എന്താണ് ഇദ്ദേഹം ത്രില്ലർ എന്ന് പറഞ്ഞത്? ത്രില്ലർ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടതോർത്താണോ, ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടതോർത്താണോ ഇദ്ദേഹം ത്രില്ലർ എന്ന് പറഞ്ഞത്? ഇദ്ദേഹം ട്രാജഡി എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടത് ഓർത്തിട്ടാണോ ട്രാജഡി എന്ന് പറഞ്ഞത് എന്ന് മൂടി ചോദിക്കുന്നു. ഈ ഒരു വാചകമാണ് പാർട്ടീഷൻ ഈസ് എ ത്രില്ലർ അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഇസ് എ ട്രാജഡി എന്ന് പറയുന്ന ഒരു അവസ്ഥ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു റിപ്പൻഡൻസ്, ഇതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ ഒരു റിപ്പൻഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും. അവർക്ക് അപ്പോഴും ഇല്ല ഇപ്പോഴും അവരുടെ ശരീരം ചൂട് ആയിട്ട് തന്നെ ഇങ്ങനെ സദാസമയവും ചൂടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇതാണ്. പക്ഷെ മറ്റവരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് ഓഫ് ഹേറ്റ് ക്രിയേറ്റ്സ് പൊളിറ്റിക്സ് ഓഫ് ഹീറ്റ്. അതാണ് ഈ സംഘപരിവാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളത്. ആ പൊളിറ്റിക്സ് ഓഫ് ഹേറ്റ് ക്രിയേറ്റ് ദാറ്റ് ഹീറ്റ്, ദാറ്റ് പൊളിറ്റിക്സ് ഓഫ് ഹീറ്റ്, അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് അവർ ഓരോ ഘട്ടത്തിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇവിടെ പിന്നെ നമ്മുടെ വിനോദൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ബുദ്ധിജീവികളുടെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിന്റെ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ തന്നെ ഭാരതമ്മ വിവാദം ആകെ നിങ്ങൾ CPI ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CPI ഏറ്റെടുത്തതുപോലെ അല്ലെങ്കിൽ CPIയുടെ പോഷക സംഘടന ഏറ്റെടുത്തതുപോലെ ഈ ഒരു വിവാദം ഒരു മനുഷ്യരും ഏറ്റെടുത്തിട്ടില്ല. ഒരു പക്ഷെ CPIക്കാരെക്കാൾ പിന്നെ സെക്കുലർ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആൾക്കാർ പോലും അത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. വളരെ മൗനം വാചാലമാണ്.
മൗനം എന്ന് പറയുന്നത് പിന്നെ വാചാലമാണ്. അപ്പം ഇടതുപക്ഷത്വം ഇല്ലാതാകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു സന്ദർഭം. ഈ എപ്പോഴും വർഗീയത വളരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ നിസ്സംഗരാകുന്നു എന്നുള്ളത്. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അത് ബുദ്ധിജീവിയായാലും ശരി, പൊതുപ്രവർത്തകരായാലും ശരി തന്നെ, ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിൽ നമ്മൾ നിസ്സംഗരാകുമ്പോൾ ആ നിസ്സംഗതയിൽ നിന്നാണ് ഇതിന്റെ പടുവിത്തുകൾ വളർന്ന് വലുതായി ഒരു വൃക്ഷങ്ങളായി മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നാസി തലവറയിൽ കഴിഞ്ഞ ലിലിയാന സെഗ്രെ എന്ന് പറഞ്ഞ ഒരു യുവതി. അപ്പൊ അവളെ 13-ാമത്തെ വയസ്സിലാണ് ഇറ്റലിയിലെ മിലൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവളെയും ഇവളുടെ മുത്തശ്ശനെയും അച്ഛനെയും എല്ലാം ഈ നാസികൾ പിടിച്ചുകൊണ്ടുപോകും. അവിടെ നിന്ന് കൊണ്ടുപോയി പിന്നെ അവൾക്ക് അവളുടെ അച്ഛനെയോ മുത്തശ്ശനെയോ അമ്മയോ ഒന്നും കാണാൻ പറ്റിയില്ല. അവൾ രക്ഷപ്പെടും. യുദ്ധം കഴിഞ്ഞു. നാസിസത്തെ പരാജയപ്പെടുത്തിയിട്ട് ഇവർക്ക് ഇറ്റലിയിൽ ഒരു സ്വീകരണം കൊടുത്തു. എന്ന് മാത്രമല്ല, ഇവരെ ആജീവനാന്ത സെനറ്ററായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആജീവനാന്ത ജനപ്രതിനിധിയായിട്ട് ഇറ്റാലിയൻ സർക്കാർ പ്രഖ്യാപിച്ചു. എന്നിട്ട് ഒരു ദിവസം ഇവരെ മിലൻ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുവന്നു. സ്വീകരണം കൊടുത്തിട്ട് അന്നത്തെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ചോദിച്ചു, ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 21 നിന്നാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ട്രെയിൻ പൊയ്ക്കൊണ്ടിരുന്നത്. ജൂതന്മാരെയും വഹിച്ചുകൊണ്ടുള്ള ട്രെയിൻ പൊയ്ക്കൊണ്ടിരുന്നത് ഇവിടുത്തെ ഈ മിലൻ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 21. ഈ പ്ലാറ്റ്ഫോം നമ്പർ 21 അതിന്റെ ഓർമ്മയ്ക്കായി എന്ത് ചുവരെഴുത്ത് നടത്തണം എന്നാണ് ഈ സെക്രട്ടറിയോട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ചോദിക്കുന്നത്. എന്താണ് അവിടെ നമുക്ക് എഴുതി വെക്കേണ്ടത്? അപ്പോ അവർ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, ഒറ്റ വാക്കേ എഴുതി വെക്കാനുള്ളൂ, ഇൻഡിഫറൻസ് എന്ന വാക്കാണ്. എന്നാൽ ഈ നാസി ദുർഭരണത്തിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിഫറൻസ് ആണ് എന്നാണ് അവർ പറയുന്നത്. നമ്മളുടെ നിസ്സംഗതയാണ്, അല്ലെങ്കിൽ ഇത് നമ്മളെ ബാധിക്കത്തിൽ നിന്നുള്ള നമ്മളുടെ മൂഢ ചിന്തയാണ്. ആ ഇൻഡിഫറൻസ് എന്നാണ് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 21 എഴുതി വെക്കേണ്ടത് എന്നാണ് സെക്രട്ടറി പറഞ്ഞത്. ഇതേ ഇൻഡിഫറൻസിലൂടെയാണ് നമ്മൾ ഇടതുപക്ഷക്കാർ ഉൾപ്പെടെയുള്ളവർ കടന്നു പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും. നമ്മൾ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ്. പ്രതികരണം എന്ന് പറഞ്ഞാൽ വെറുതെ ബഹളം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഇവർ ഇത്രയും കണക്ക് കൂട്ടി കൊണ്ടുവരുന്ന പദ്ധതികളെ എതിർക്കുവാൻ നമ്മൾക്ക് എന്ത് കണക്കുകൂട്ടലുകളാണ് ഉള്ളത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഖനനം ചെയ്തെടുത്ത് ഇവർ കൊണ്ടുവരുന്ന ചരിത്രത്തിന്റെ അസത്യത്തെ നേരിടുവാൻ നമ്മൾക്ക് എന്ത് കരുക്കളാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഖനനം ചെയ്തത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലായാലും ശരി തന്നെ, ഇന്ത്യയിലെ സാമൂഹ്യ മുന്നേറ്റത്തിലായാലും ശരി തന്നെ, ഇടതുപക്ഷത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ നിന്നോ അല്ലെങ്കിൽ കിടപിടിക്കുന്നതെന്നോ ചില മേഖലകളിൽ അപ്പുറം പോകുന്ന സംഭാവനകളുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചരിത്രത്തിൽ നിന്ന് എന്താണ് ഖനനം ചെയ്തത്? അവർ കൊണ്ടുവരുന്ന ചരിത്രത്തിന്റെ ബിംബങ്ങളെ ഭാരതാംബ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു, ഒരു കാവിക്കൊടി കൊണ്ടുവരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ നേരിടുന്നത്? അവർ ഭാരതീയ മൂല്യങ്ങളെ സർവകലാശാല അധ്യാപകരെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ് തിരിച്ചു പഠിപ്പിക്കാനുള്ളത്? നമ്മൾ എന്ത് പദ്ധതിയാണ്, എന്ത് ലോങ് ടേം പദ്ധതിയാണ് നമ്മൾ ഇൻവിസേജ് ചെയ്യുന്നത്? ഒരു ഇലക്ഷനെ നേരിടുക, ജയിക്കുക, അധികാരത്തിലെത്തുക എന്നതിനപ്പുറം നമ്മൾ എന്ത് ഇടപെടലാണ് ഈ പറയുന്ന സാംസ്കാരിക മേഖലകളിൽ ഇടപെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷം ഏറ്റവും അധികം സാംസ്കാരിക മേഖലയിൽ ഇടപെട്ടത് PC ജോഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയ 1935 മുതൽ 47 വരെയുള്ള കാലഘട്ടത്തിലാണെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ സാംസ്കാരികമായ ഇടപെടലിന്റെ, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ സാംസ്കാരികമായ ഇടപെടലിന്റെ ആവശ്യകത ഇത്രത്തോളം മനസ്സിലാക്കിയ അതിനുശേഷം വളരെ അപൂർവം നേതാക്കന്മാരില്ലെന്നല്ല പറഞ്ഞു, വളരെ അപൂർവം ഇടതുപക്ഷ നേതാക്കന്മാർ മാത്രമേ PC ജോഷിയുടെ കാലം പോലെ ഉണ്ടായിരുന്നു. അദ്ദേഹം സുനിൽ ജനയെ കൊണ്ട് ബംഗാൾ ക്ഷാമത്തിന്റെ ഫോട്ടോ എടുപ്പിച്ചു. സുനിൽ ജന എന്ന് പറയുന്ന അന്നത്തെ പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ്. സുനിൽ ജനയെ വിട്ടിട്ട് ബംഗാൾ ക്ഷാമത്തിന്റെ ഫോട്ടോ എടുത്തു. തെലങ്കാനയിലെ ഭൂസ്വാമിമാരുടെ അതിക്രമത്തിന് വിധേയരായ സാധാരണ കർഷകരുടെ ഫോട്ടോ എടുത്തു. ഇങ്ങനെ ഫോട്ടോ എടുത്ത് അദ്ദേഹം ഫോട്ടോ പ്രദർശനം നടത്തി. ഈ IPTA, പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ,
ബോംബെ സിനിമ, ഇതിനെ മൂന്നിനെയും കൂടെ കോർത്തിണക്കി. ഓരോന്നും ഒരു ഔട്ടർ സർക്കിൾ, അതിനകത്തൊരു ഇന്നർ സർക്കിൾ, അതിനകത്തൊരു ഇന്നർ സർക്കിൾ എന്നുള്ള രീതിയിൽ ഇതിനെ പരസ്പരം ബന്ധിപ്പിച്ചത് കെ അബ്ബാസും പൃഥ്വിരാജ് കപൂറിനെ പോലുള്ള എത്രയോ ആൾക്കാരെ ആ കാലഘട്ടത്തിൽ നിന്ന് ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുക. ഇടതുപക്ഷം ഇന്ത്യയുടെ സാംസ്കാരിക മേഖലയിൽ ഇടപെട്ട കാലഘട്ടത്തിലാണ് ഇടതുപക്ഷ ഭാവന ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിച്ചു. ഇടതുപക്ഷ ഭാവന ഏറ്റവും വലിയ പിന്തിരിപ്പിന് പോലും ഒരു ഇടതുപക്ഷ ഭാവന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന് ഒരു ഭാവന, ഇമാജിനേഷൻ ലെഫ്റ്റ് വാസ് വെരി സ്ട്രോങ്. ആസ് എൻ ഇലക്ട്രൽ ഫോഴ്സ് ലെഫ്റ്റ് വാസ് വീക്ക്. ഒരു അധികാരം കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടി മുറിയിൽ ഇടതുപക്ഷം വീക്കാണ്. പക്ഷേ ഇമാജിനേഷൻ, ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് ഇമാജിനേഷൻ, നീതിയെക്കുറിച്ചുള്ള ബോധം, ആ ഇമാജിനേഷൻ ഇന്ത്യൻ ജനങ്ങളിൽ സൃഷ്ടിക്കുവാൻ ഇടതുപക്ഷത്തിന്, കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഗാന്ധിജിയുടെ കാലത്തിൽ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ജനങ്ങളെ മൊബിലൈസ് ചെയ്യാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഭാവന, നീതിയെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ഭാവന ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ അന്ന് ഈ സാംസ്കാരിക മേഖലകളിൽ നടത്തിയ ഇടപെടലുകളാണ്. ഇന്നും ഞാൻ നമ്മുടെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യൻ സാഹിത്യം ഇന്നും ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ഏറിയതാണ്. ഇന്ത്യൻ സാഹിത്യം ഇന്നും സംഘപരിവാറിനെ എതിർക്കുന്ന സാഹിത്യത്തെ ലക്ഷോപലക്ഷം പുസ്തകങ്ങൾ സൃഷ്ടിക്കുന്ന, കഥകൾ എഴുതുന്ന, നോവലുകൾ സൃഷ്ടിക്കുന്ന സാഹിത്യമാണ് ഇന്നും ഇന്ത്യയിലുള്ളത്. അത് ആ ഇടതുപക്ഷ ഭാവനയുടെ ബാലൻസ് ഷീറ്റാണ്. അതേസമയം ആ ഭാവന വീക്കായി തുടങ്ങി, നേർത്ത് തുടങ്ങി എന്നുള്ളത് നമ്മൾ ഇപ്പോഴത്തെ പല നോവലുകളും വായിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ സാഹിത്യത്തിലേക്ക്, ഹിന്ദി സാഹിത്യത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാം. അന്നത്തെ കാലത്തിൽ ഇടതുപക്ഷ ഭാവന ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഉറുദു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആദ്യമായിട്ട് അതിൽ തർജ്ജമ ചെയ്യപ്പെടുന്നു, ഉറുദുവിൽ തർജ്ജമ ചെയ്യപ്പെടുന്നു. ഉറുദുവാണ്. ആ ഉറുദു ഭാഷ തന്നെ എന്തുകൊണ്ടാണ് സംഘപരിവാർ ഉറുദു ഭാഷ ഇത്രയും ശത്രുതകൾ നിർത്തുന്നത്? ഈ മറ്റു ഭാഷകളെ, അത് മുസ്ലിങ്ങളുടെ ഭാഷ എന്ന് മാത്രമല്ല പ്രശ്നം. അതിനകത്ത് ഈ ഇടതുപക്ഷ ഭാവന, ഈ ശക്തമായ ഇടതുപക്ഷ ഭാവനയുള്ള സാഹിത്യമാണ് ഈ ഉറുദു സാഹിത്യത്തിലുള്ളത്. പക്ഷേ സംസ്കൃത സാഹിത്യത്തിൽ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ഉറുദു സാഹിത്യത്തിൽ, ഉറുദു കവിതകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് പേരെ അതിന്റെ ഇൻക്ലാബ് സിന്ദാബാദ് തന്നെ കൊണ്ടുവരുന്നത് ഉറുദു കവിയാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ ഹിന്ദു കവിയാണ് കൊണ്ടുവരുന്നത്. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന സ്ലോഗൻ തന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിദേശ ഭാഷ എന്നതിനപ്പുറം അതിനകത്ത് ഇടതുപക്ഷ കണ്ടന്റ്, നീതിയുടെ കണ്ടന്റ്, ഉള്ളടക്കം ശക്തമായുള്ള ഒരു ഭാഷയാണ് ഈ ഉറുദു ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇല്ലാതാക്കുക. അപ്പൊ ആ ഇടതുപക്ഷ ഭാവന ഇന്ന് വലിയ വെല്ലുവിളി നേരിടുന്നു എന്ന് നാം തിരിച്ചറിയുന്നത്. നമ്മൾ ഇപ്പോഴും നിസ്സംഗരായി തുടരണമോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ നമ്മൾ സാംസ്കാരിക രംഗത്ത് ഇടപെടണം, നമ്മൾ നമ്മളെ നിസ്സംഗത കഴിയണം. അതുപോലെ തന്നെ ആരുമായിട്ടെല്ലാം നമുക്ക് ചേരാമോ അവരുമായിട്ടെല്ലാം ചേർന്നുകൊണ്ട് ഇതിനെ നേരിടുവാനും നാം തയ്യാറാകണം എന്നുള്ള ഒരു പാഠം ഉണ്ട്. ഈ 2004 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ജ്യോതി ബസുവിനെ പോയി കണ്ടു. ജ്യോതി ബസുവിനെ കാണുമ്പോൾ ജ്യോതി ബസു പറഞ്ഞ ഇതാണ്, ഞാനത് വായിക്കാം. We both have to be patient. The two parties must stay together. Because BJP is not dead. നമ്മൾ രണ്ടുപേർക്കും ക്ഷമ വേണം. നമ്മൾ രണ്ടെന്ന് പറഞ്ഞാൽ അതേ ഉദ്ദേശിച്ചത് രണ്ട് പാർട്ടികൾക്കും ക്ഷമ വേണം. നമുക്ക് രണ്ട് പാർട്ടികൾക്കും ക്ഷമ വേണം. നമ്മൾക്ക് വി മസ്റ്റ് സ്റ്റേ ടുഗദർ. ബോത്ത് പാർട്ടീസ് മസ്റ്റ് സ്റ്റേ ടുഗദർ. നമ്മൾ രണ്ട് പാർട്ടികളും ഒരുമിച്ച് നിൽക്കണം. എന്നിട്ട് അതേ പറഞ്ഞെന്താണ്, BJP മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്ന് BJP ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കിക്കിംഗ് ആൻഡ് ഗോയിങ് എന്നുള്ളതാണ്. അത് വളരെ ശക്തമായി BJP മരിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. അത് എപ്പോഴും അതിന് ശ്വാസമുണ്ട്. ഇപ്പൊ അതല്ലല്ലോ, BJP മരിച്ചിട്ടില്ലെന്നല്ല ഇപ്പോൾ പറയേണ്ടത്. BJP വലിയ ശക്തിയോടുകൂടി വളർന്ന് ഒരു വലിയ വടവൃക്ഷമായി നിൽക്കുന്നു എന്ന് നമുക്ക് പറയുന്നു. അപ്പോൾ നമ്മൾ സ്വയം വിമർശനം, ഇദ്ദേഹം ലെനിൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സ്വയം വിമർശനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ നമ്മൾ സ്വയം വിമർശിക്കുമ്പോൾ നമ്മളുടെ സ്വയം വിമർശനത്തിൽ ഉണ്ടാകുന്ന എല്ലിൻ കഷങ്ങൾ നമ്മൾക്കെതിരെ നമ്മുടെ ശത്രു എടുത്ത് ഉപയോഗിക്കും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നമ്മൾ പാർട്ടിയിൽ സ്വയം വിമർശനം നടത്തുമ്പോൾ അത് നമ്മുടെ ദൗർബല്യം
ദൗർബല്യമായി കണ്ട് അത് പരമാവധി ചൂഷണം ചെയ്യുവാൻ ശത്രു ശ്രമിക്കും എന്ന് വിചാരിച്ച് നാം സ്വയം വിമർശനം നടത്താതിരിക്കണമോ എന്നാണ് എന്നും ചോദിക്കുന്നത്. ഒരു ശക്തിമാനെ സംബന്ധിച്ചിടത്തോളം പിന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനെ ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറയുമെന്നതിൽ പറഞ്ഞ നമ്മൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണം. നമ്മൾ ഇടതുപക്ഷത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നും എത്രത്തോളം വ്യതിചലിക്കുന്നു എന്നും നമ്മൾ അതിന്റെ ഭാഗമായി കാണുന്നു. ഈ രാവണൻ മരിക്കാൻ കിടക്കുകയാണ്, കരുണാസനായി കിടക്കുക. അതോടെ ഞാൻ അവസാനിക്കും. രാവണൻ കരുണാസനായി കിടക്കുകയാണ്. കരുണാസനായി കിടക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള പല രാമായണങ്ങളുണ്ടല്ലോ, അതിൽ സൗത്ത് ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ഒരു രാമായണത്തിന്റെ കാര്യമാണ് മരണാസനായി കിടക്കുന്നു. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും വരുന്നു. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയും, നീ ഇദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടണം. മരണാസനായി കിടക്കുന്ന രാവണന്റെ അനുഗ്രഹം തേടണം. അപ്പോ ലക്ഷ്മണൻ ചെന്ന് അനുഗ്രഹം തേടും. അപ്പൊ ലക്ഷ്മണനോട് രാവണൻ പറയുന്നത്, രണ്ട് ഓപ്ഷനെ നമുക്ക് മുന്നിലുള്ളൂ. ഒന്നുകിൽ നീ രാവണനാകണം, അല്ലെങ്കിൽ നീ രാമനാകണം. ഒന്നുകിൽ നീ രാമനാകണം, അല്ലെങ്കിൽ നീ രാവണനാകണം. രാമനാകണമോ രാവണനാകണമോ എന്നുള്ളത് നിന്റെ സ്വന്തം തീരുമാനമാണ്. നിനക്ക് രാമനും രാവണനും ഒരുമിച്ചാകാൻ പറ്റില്ല. ഈ രാവണനും ഒരുമിച്ചായാൽ നിനക്ക് ജനിമതികളിൽ നിന്ന് മോചനം ലഭിക്കില്ല, നിനക്ക് മോക്ഷം ലഭിക്കില്ല. നീ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് രാവണൻ ലക്ഷ്മണനോട് കൊടുക്കുന്ന ഇത്. ഒന്നുകിൽ നീ രാവണനാകുക, എന്നിട്ട് രാവണന്റെ ധർമ്മം ചെയ്യുക. ഞാൻ രാവണനായി രാവണന്റെ ധർമ്മം ചെയ്തത്, രാമനായി രാമന്റെ ധർമ്മം ചെയ്തത്. ഒന്നുകിൽ നീ രാമനാകണം, അല്ലെങ്കിൽ നീ രാവണനാകണം. To be a complete Rama, to be a complete Ravana. There is no midway. You cannot be half Rama and half Ravana. എങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയമായി, നിങ്ങൾക്ക് മോക്ഷം ലഭിക്കില്ല എന്നാണ് തോന്നുന്നത്. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇടതുപക്ഷക്കാരൻ ഈ പറഞ്ഞ രാവണന്റെ ഉപദേശം ഇരുത്തി ചിന്തിക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.